പുഷ്പ കൃഷിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നമ്മുടെ വടശ്ശേരിക്കര പഞ്ചായത്തിൽ കാണാത്ത വിധത്തിൽ ആദ്യമായിട്ട് ചെയ്ത ഒരു സംരംഭമാണിത്. ഇതിനു മുമ്പ് ഇവര് പിന്നെ വാഴയും പിന്നെന്താ തണ്ണിമത്തന് പിന്നെ തിന ഏറ്റവും നല്ല മില്ലറ്റിന്റെ ഒരു ഐറ്റമാണ് തിന. ആ തിന വരെ ഇവിടെ കൃഷി ചെയ്ത് വൻ വിജയമാക്കി തീർത്ത ഒരു ഗ്രൂപ്പാണിത്. അപ്പൊ ഇവിടെ ഞങ്ങൾ ബന്ദി നടാൻ വന്നപ്പോഴും ഏറെ ബന്ദികൾ നേരത്തെ തന്നെ നട്ടു, ഓണത്തിനോടനുബന്ധിച്ച് പൂ പറിക്കാനായിട്ട്. ഇനിയിപ്പോൾ പൂക്കളൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ 4 ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നി. അപ്പോൾ ഇതിലെ പോകുന്നവരൊക്കെ തന്നെ ഇത് ഫോട്ടോ ഒക്കെ എടുത്ത് കാണുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു ഉദ്യാനത്തിലേക്ക് പോയി ഫോട്ടോ എടുക്കാൻ എത്ര പൈസ മുടക്കിയാണ് നമ്മൾ പോകുന്നത്. എവിടെയെങ്കിലും ടൂറ് പോകുമ്പോഴൊക്കെ ഇങ്ങനെ 4 ചെടി കാണുന്നുണ്ട്, അതിൻ്റെ മുന്നേ പോയി ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 5 പൈസ കൊടുക്കാതെ നമുക്കിവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം, പൂ വാങ്ങാം, അങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളുണ്ട്. അപ്പോൾ ഇതിലും വലുതായിട്ട് നമുക്കിവിടെ വെറുതെ കിടക്കുന്ന ഭൂമികളൊക്കെ തെളിച്ച് നല്ല കൃഷികൾ ആരംഭിക്കട്ടെ. കൂടുതലൊരു വലിയ പൂ കച്ചവടം തന്നെ നമുക്കിവിടെ ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ പ്രയത്നത്തിന് ഫലം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ പൂക്കൃഷി, നമ്മളുടെ പൂ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് വിചാരിക്കുന്നു. അനീസാറേ, നമുക്ക് നല്ല സന്തോഷമുള്ള പ്രിയപ്പെട്ട പ്രസിഡന്റ് രാജീവ് മെമ്പർ, രാഘവ് മെമ്പർ, ചെയർപേഴ്സൺ, പിന്നെ സൈനോ മെമ്പർ, പിന്നെ ഇന്ത്യ ഹരിത കുടുംബശ്രീയിലെ അംഗങ്ങളെ, നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു കാഴ്ചയില്ല. നമ്മുടെ നാട്ടിലൊരു പതിവ് കാഴ്ചയല്ല. അതേസമയം തമിഴ്നാട്ടിലൊക്കെ പോകാമെങ്കിൽ ഇത് പതിവ് കാഴ്ച. നമ്മൾ പൂവിനും മറ്റു കാര്യത്തിനും മുഴുവൻ തമിഴ്നാടിനെയാണ് ആശ്രയിക്കുന്നത്. നമ്മൾ വന്ന് ഈ ബസ്സുകളിൽ തന്നെ എത്ര പൂക്കൾ കെട്ടി അവിടെ വിടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഈ ഓണമായിട്ടും മറ്റുള്ള ഒരുപാട് ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമുക്കുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വരുമാനം ഇവിടെ തന്നെ